and 1.5 teaspoon മല്ലിപ്പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് പൊട്ടറ്റോസ് ഇത് ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഉപ്പ്. കീമയുടെ ബോൾസിൽ ഉപ്പുണ്ട്. അപ്പൊ നമുക്ക് ചാറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇടുള്ളൂ. അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികം ഇടരുതെന്നാണ് റീമ ചേച്ചി പറയുന്നത്. അപ്പം ആവശ്യത്തിന് വേണ്ടി ചാറിന് വേണ്ടിയുള്ള മാത്രം ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കുറച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് എത്ര ടൊമാറ്റോ വരും? 2 ടൊമാറ്റോ. 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോ പരിവായി. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ രണ്ടാം പാല്. പാലിന്റെ കാര്യം, തേങ്ങാപ്പാലിന്റെ കാര്യം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 1-ാം പാലും 2-ാം പാലും. ഇതിൽ രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എത്ര സമയം എടുക്കും ഇതൊന്ന്? ഇതൊരു 5 മിനിറ്റിനകത്ത് ബോയിലാവും. ഓക്കെ, ഒരു 5 മിനിറ്റ് സമയം എടുക്കും ഇതൊന്ന് ബോയിൽ ചെയ്ത് വരാൻ വേണ്ടി. നമ്മൾ 2-ാം പാല് ഇപ്പം ഇതിന്റെ കൂടെ ചേർത്തു. ഉരുളക്കിഴങ്ങിന് ശേഷം 2-ാം പാല് ചേർത്തു. 5 മിനിറ്റ് സമയം ഒന്ന് കാത്തിരിക്കുക. 5 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്ന് നോക്കിയപ്പോഴേക്ക് ചെറിയ കട്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് കട്ടി പിടിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കട്ടി വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്യാം. ഓക്കെ, ബോൾസ് ഉണ്ടാക്കിയ കാര്യം നിങ്ങൾക്ക് അറിയാം, അത് മറക്കരുത്. കാരണം ഇപ്പോഴും വന്ന് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നാലും ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. നമ്മൾ കീമ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ഇതിനോട് പച്ചമുളക് ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബോൾ രൂപത്തിലാക്കിയതാണ് ഈ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇത്. ബോൾ കറിക്ക് ബോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാതെ, കീമയുടെ ബോൾ ഇതുണ്ടാക്കി ഇട്ട് കൊടുക്കാതെ, കാരണം കറി നടക്കത്തില്ല. അപ്പോൾ അത് പതുക്കെ അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ കൂട്ടിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അതായത് ഫുൾ അങ്ങനെ ഗ്രേവിയിൽ അതിങ്ങനെ താന്ന് കിടക്കണം. അത് താന്ന് കിടന്ന് വേവണം. അപ്പോൾ അല്പം സാവധാനത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഓരോ ബോളും അതിനിടയ്ക്ക് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കൂട്ടിനകത്തേക്ക് ഫുള്ളായിട്ട് അത് ഇറങ്ങി വീഴണം. അതിനുവേണ്ടിയുള്ള സ്പേസ് എല്ലാം കണ്ടെത്തി പതുക്കെയാണ് റീമ ചേച്ചി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ഈ 15 എണ്ണം ഒരുമിച്ച് വരട്ടെ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. കാരണം ഇതിന്റെ കൂട്ട് നേരെ പിടിച്ചാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. റോ ആണല്ലോ, അതായത് കീമ കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളത് നന്നായിട്ട് തിളക്കണ ഭാഗത്ത് ഇടണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. പ്രേക്ഷകർക്ക് വേണ്ടി കുക്കറി ബുക്കിലേക്ക് എഴുതി വയ്ക്കാൻ വേണ്ടി കീമ ബോൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? കീമ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫ്രോസൺ കൊണ്ടുവരികയാണെങ്കിൽ അത് പൈപ്പിന്റെ അടിയിൽ വെച്ച് അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് പൈപ്പ് തുറന്ന് നന്നായിട്ട് കഴുകി എടുക്കണം. ചിലവരുണ്ട് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യും, പക്ഷെ അതിൽ ഒരുപാട് ബ്ലഡ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പൈപ്പ് അത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, മല്ലിയില ഒക്കെ കൂട്ടി മിക്സിയിൽ ജസ്റ്റ് റഫായിട്ടൊന്ന് അടിക്കുക. അത് അടിച്ചിട്ട് ഉപ്പും കൂടി കൂട്ടിയിട്ട് ബോളിന്റെ കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോൾസ്, അതായത് നമ്മൾ ബോയിലിംഗ് ഇതിലേക്കാണ് ഇടുന്നത്. അപ്പൊ അത് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ നല്ല ടൈറ്റ് ആയിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് ടൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കീമയുടെ ബോൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ചേച്ചി പറഞ്ഞത്. കാരണം ഇതിൽ ബോൾ കറി ആയതുകൊണ്ട് തന്നെ ബോളായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ബോൾ കറി കിട്ടത്തുള്ളൂ. ആ ബോൾ ഉണ്ടാക്കി വെച്ച് മാറ്റി വെച്ചതിന് ശേഷം ചേച്ചി ചെയ്തത്, നമ്മുടെ ചട്ടി എടുത്തു. ചട്ടി ഒരുവിധം ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയും ചൂടായി വന്നപ്പോഴേക്കും ചെറിയ സവാള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒപ്പം ചെയ്ത കാര്യങ്ങൾ അതിനോടൊപ്പം ചേച്ചി ചെറിയ ഇഞ്ചിയുടെ പീസ് ചേർത്തു, പച്ചമുളക് ചേർത്തു, വേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ റെഡ് ഒന്നും ആവണ്ട. അതെനിക്ക് താങ്ങിയതാണ്. ബ്രൗൺ റെഡ് ഒന്നും ആകാതെ പച്ചപ്പിന്റെ മണം പോകുന്നത് വരെ ചേച്ചി ഒന്ന് വഴറ്റി കൊടുത്തു. ഒപ്പം അതിനോടൊപ്പം കുറച്ചു നേരം മുളക് പൊടി ചേർത്തത് 2 ടീസ്പൂൺ, മല്ലിപ്പൊടി ചേർത്തത് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ചേർത്തത് 1/4 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. തക്കാളി അതിനോടൊപ്പം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത് അതിനോട് ചേർത്തു.
നമ്മൾ രണ്ടാം പാല് മാറ്റി വെച്ചത് ഇതിനകത്തേക്ക് തേങ്ങാപ്പാല് ഒന്നാം പാലും രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ചേർത്തത്. രണ്ടാം പാലും ഗ്രേവിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് നന്നായി തിളച്ച് വന്നപ്പോൾ 5 മിനിറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചു. നന്നായി തള വന്നപ്പോൾ ഈ ബോൾസ് അതിനകത്ത് നമ്മൾ ഓരോന്നിട്ട് പതുക്കെ ഇട്ട് കൊടുത്തു. അപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബോൾ ഇട്ട് കൊടുത്തത് ഇതിൽ ഒന്നും പറ്റാതെ, കാരണം ബോളൊന്നും പൊട്ടിപ്പോവാതെ തന്നെ മസാല കൂടിന്റെ ഇടയിലേക്കാണ് ചേച്ചി ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇത് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? അപ്പൊ അതും കൂടി നിങ്ങൾ കുക്കറി ബുക്കിൽ പകർത്തുക. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി 10 മിനിറ്റ് സമയം. അപ്പൊ 10 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പൊ ഇനി ലാസ്റ്റ് പ്രോസസ്സിംഗ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിൽ ഇനി നമ്മള് ഈ മസാല, നാളികേരം വറുത്ത് മസാലയൊക്കെ കൂട്ടി എന്തെല്ലാം മസാലകളാണ് ചേർത്തത്? ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പട്ട, കരിയാമ്പൂ, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, കറുകാമ്പൂ, കശകശ, പെരിഞ്ജീരകം ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ബ്രൗൺ ആക്കി വറുത്തിട്ട് ഇത് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഇടും. 2 ടേബിൾ സ്പൂൺ ആ ഒരു നമ്മുടെ തേങ്ങ വറുത്തതും ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് റെഡിയാക്കിയത് അത് ആ ഒരു കൂട്ട് വിട്ടു കൊടുത്തു. ഒന്നാം പാൽ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളക്കരുത്, അത് പാല് പൊട്ടിപ്പോവും. ഓക്കെ, ആദ്യം രണ്ടാം പാല് ചേർത്ത് ഇപ്പൊ ഒന്നാം പാല് ചേർത്ത്. ഒന്നാം പാല് ചേർക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ കൂടുതൽ പ്രോസസ്സിംഗിലേക്ക് പിന്നെ ഒന്നും ചേർക്കാൻ വേണ്ടി പോകരുത് ഒന്നാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതും ചേർത്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇനിയിപ്പോ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി വന്നു. ഇത് ഇളക്കുമ്പോ അറിയാം. ഇപ്പൊ നല്ല കുറുകി വന്നു ഇത്. ഇനി അധികം നേരം ഇത് കുക്ക് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ ഈ തീ ഓഫ് ചെയ്യാണ്. തയ്യാറായി. ഇനി ഇത് നമ്മൾ ഉള്ളി കാച്ചണം. ഇത് ഇനിയിപ്പോ നമ്മള് ഇത് താളിക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഈ ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അത് നാടൻ കറികൾക്ക് കൂടുതൽ ചേരുക നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പൊ അത് എണ്ണ ചൂടായി വരുമ്പോ ഒരു 4 ടേബിൾ സ്പൂൺ ചെറുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മള് ഇതിൽ താളിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് ചേർത്തത്. പാരമ്പര്യമായിട്ടുള്ള പ്രത്യേകിച്ച് നാടൻ രീതിയിലുള്ള കുക്കിങ്ങിന് ഏറ്റവും ഉത്തമം റിമ ചേച്ചി പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഒപ്പം ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 4 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇത് ലൈറ്റ് ബ്രൗൺ ആവണോ, റെഡിഷ് ആവണോ, അതോ പച്ചമണം കേൾക്കുമ്പോൾ നമുക്ക് മാറ്റാമോ? റെഡിഷ് ആവണം. ഞാൻ പറഞ്ഞ ആദ്യത്തെ രീതിയിലേക്കാണ് പോകുന്നത്. റെഡിഷ് ആവണം. സന്തോഷമായി. ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ റെഡിഷ് രീതിയിലേക്ക് പോയല്ലോ. അപ്പൊ താളിക്കണമെങ്കിൽ റെഡിഷ് തന്നെ ആവണം, അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ തന്നെ ആവണം. ശരിക്ക് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉറുമ്പിന്റെ നിറം എന്നാ പറയാ. ഉറുമ്പിന്റെ കളർ, അതായത് ഡാർക്ക് റെഡും അല്ല ബ്ലാക്കും അല്ല, ലൈറ്റ് റെഡിഷ് കളർ, ഉറുമ്പിന്റെ നിറം. പലരും ചെന്ന് കണ്ണെല്ലാം പരിശോധിക്കും. കാരണം ഉറുമ്പിനെ നോക്കിയിട്ട് ഉറുമ്പ് എന്ത് കളറാണെന്നുള്ളത് വളരെ ഡൗട്ടാണ്. ഉറുമ്പ് കറുത്ത ഉറുമ്പും ഉണ്ട്. റെഡ് കാറ്റഗറിയിൽ അങ്ങനെ പറയാം. റെഡ് കാറ്റഗറി. തൃശ്ശൂർ സൈഡിൽ കാണുന്ന കൂടുതൽ ഉറുമ്പുകൾ റെഡ് കാറ്റഗറിയിലുള്ളവരാണ്. കുറച്ച് അങ്ങോട്ടെല്ലാം മാറുമ്പോൾ കറുത്ത ഉറുമ്പാണ്. അപ്പൊ എന്റെ വീട്ടിന്റെ അവിടെ ഉള്ളത് കറുത്ത ഉറുമ്പാണ്. അതുകൊണ്ട് ഞാൻ കറക്കുന്നത് വരെ കാത്തിരിക്കുന്നു എന്നുള്ളത്. കരിഞ്ഞ മണമായിരിക്കും വരുന്നത്. അതുകൊണ്ട് റെഡിഷ് സ്റ്റൈലിലേക്ക് ഇത് ആയിരിക്കുകയാണ്. ഒരുവിധം ആയെന്ന് തോന്നുന്നു അല്ലേ? ബ്രൗൺ ആയി വന്ന് തുടങ്ങി. ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി കാൽ ടീസ്പൂൺ, ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ഒരു ടീസ്പൂണിൽ ഒരു 35-40% അവർ അളവാണ് ഇട്ടത്. ശതമാനക്കണക്കിനുള്ള ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. താളിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒപ്പം അതോടെ ഇപ്പം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. തീ അണച്ചു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. നമ്മുടെ കീമ ബോൾ കറി തയ്യാറായിരുന്നു. അതിലേക്ക് താളിക്കാൻ വേണ്ടി അത് നമ്മൾ ചേർത്തും കഴിഞ്ഞു. ഇനി ഇളക്കി കൊടുക്കാമോ? ഇല്ല, ഇപ്പോൾ നമ്മൾ ഇളക്കില്ല. അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കീമ ബോൾ കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിലേക്ക് അതിനോടൊപ്പം പച്ചക്കൊത്തുമല്ലിയും ചേച്ചി ചേർത്ത് തന്നു. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കേണ്ട സമയമാണ്. ബോളിന് നല്ല ചൂടൊക്കെ ഉണ്ട്. ചേച്ചി എന്നാ പറയാനാ, ഇതിന്റെ ടേസ്റ്റ് അടിപൊളി, പറയാതിരിക്കാൻ വയ്യ.